കാലവർഷമെത്തിയതോടെ ആശങ്കയിൽ തിരുവനന്തപുരത്തെ തീരദേശ ജനത. നിരവധി വീടുകൾ കടലെടുത്തതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കഴിയുകയാണ് വെട്ടുകാട് നിവാസികൾ. ഇടത് വലതു മുന്നണികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും തങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും തീരദേശവാസികൾ ജനം ടിവിയോട് പ്രതികരിച്ചു. കാലവർഷം കലിതുള്ളുമ്പോൾ തീരദേശ ജനതയുടെ മനസ്സിൽ അങ്കലാപ്പാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത രാവും പകലും, സുരക്ഷയില്ലാത്ത ജീവിതം, പിന്നെ തങ്ങൾ കരുതിയ വീടും ഒരായുസ് കൊണ്ടുണ്ടാക്കിയതെല്ലാം കടലെടുക്കുമ്പോൾ തീരദേശ ജനത ആശങ്കയോടെ കഴിയുകയാണ്. എല്ലാവരും പേടിച്ചൊക്കെയാണ് ഇവിടെ കഴിയുന്നത്. അവിടെ വീടുകളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. കടൽ ഒരുപാട് കയറി. അടുത്ത വർഷത്തിന് വെച്ച് നോക്കുമ്പോൾ കടൽ അങ്ങായിരുന്നു കിടന്നത്, ഒരുപാട് ദൂരെയായിരുന്നു. ഇപ്പോഴാണ് അടിച്ച് കയറുന്നത്. വർഷങ്ങൾക്ക് മുൻപേ വീട് നഷ്ടപ്പെട്ടവർക്ക് പോലും സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമായിട്ടില്ല. മഴക്കെടുതി രൂക്ഷമാകുമ്പോൾ സംരക്ഷണ ഭിത്തി വേണമെന്ന ആവശ്യവും പരിഹാരമാകുന്നില്ല. ട്രോളിംഗ് നിരോധന സമയത്ത് പട്ടിണിയിലായ കീശയിൽ നിന്നും പണമെടുത്താണ് സാധാരണക്കാർ സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നത്. എൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇത് നമ്മളൊരു അളിയൻ്റെ വീടാണ്. അപ്പോൾ രണ്ട് വീടിനും സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ 3-4 ദിവസം കൊണ്ട് രണ്ട് പാർട്ടിക്കാരും ഏത് പാർട്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോണ് എടുക്കുന്നില്ല. അതിനുള്ള ഒരു പാർട്ടിയുള്ള ഒരു അധികാരികളും വന്ന് ഇതിനുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ നേതൃത്വത്തിലാണ് ചാക്കും തന്നു അവർ ലോഡ് ക്ലേയും മണലും നമുക്ക് ഇറക്കി തരുന്നത്. ആശങ്ക മാറി സർക്കാർ സഹായം തങ്ങളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ ഇവർക്ക് കൈവിട്ടു പോയി. അപ്പോൾ നമ്മൾ ഒരു ലോഡിന് ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ജോലിക്കാർ 10-15 ജോലിക്കാരുണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിൽ ഒരു പാർട്ടിയുടെ പങ്കാളിത്തമോ ഒരു ആനുകൂല്യമോ നമുക്ക് ലഭിച്ചിട്ടില്ല. ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല. ഇനിയെങ്കിലും കാലവർഷം എത്തും മുൻപേ വേണ്ട മുൻകരുതൽ സ്വീകരിച്ച തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന ആവശ്യമാണ് തീരദേശവാസികൾ പറയുന്നത്. ജനം, തിരുവനന്തപുരം.